2025 ഫസ്റ്റ് ഹിറ്റ് ഏതാണെന്നുള്ള കാര്യത്തില് ഏകദേശമൊക്കെ തീരുമാനമായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അത് ഐഡന്റിറ്റി അല്ല, അത് രേഖാചിത്രമാണ്. ഒരു സിനിമ ഞാനിന്ന് കണ്ടു, അല്ലെങ്കിൽ ഒരു ഒരു സിനിമ കണ്ട് മനസ്സ് നിറഞ്ഞ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു എക്സ്പീരിയൻസ് കുറേ കാലത്തിന് ശേഷമാണ് എനിക്ക് ഉണ്ടാവുന്നത്. അത് രേഖാചിത്രം കണ്ടതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ ജോഫിൻ ടി ചാക്കോ എന്ന് പറയുന്ന ആ ഒരു ഒരു പേര് ആ ഒരു പേര് എഴുതി കാണിക്കുന്ന സമയത്ത് തിയേറ്ററിൽ നിറഞ്ഞ കയ്യടിയായിരുന്നു ഇന്ന്. കാരണം ഞാൻ കേട്ടിട്ടുണ്ട് നല്ല സിനിമയ്ക്ക് തിയേറ്ററിൽ നല്ല കയ്യടി വരും, ആൾക്കാർ സന്തോഷത്തോടെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോകുന്നുള്ളത്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ശരിക്ക് രേഖാചിത്രം എന്ന് പറയുന്നത്. കാരണം ആ ഒരു പേര് എഴുതി കാണിക്കുന്ന സമയത്ത് എല്ലാവരും ഭയങ്കര സന്തോഷത്തോടുകൂടിയാണ് ആൾക്കാർ കൈയടിക്കുന്നത്. കാരണം എല്ലാവർക്കും ഈ ഒരു സിനിമ കണക്ട് ആയി എന്നുള്ളതാണ്. ഈ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയ ആൾക്കാരും ഇതിന്റെ കഥ എഴുതിയിട്ടുള്ള ആൾക്കാരെയും സമ്മതിക്കണം എന്നുള്ളതാണ്. ഒരു സിനിമയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന, അല്ലെങ്കിൽ മലയാളത്തിൽ റിലീസ് ആയിട്ടുള്ള സിനിമകളുമായിട്ട് കണക്ട് ചെയ്ത് ബന്ധിപ്പിച്ച് ഒരു പുതിയ സിനിമയെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഒരു ഒരു ഹിമാലയൻ ടാസ്ക് ആണ്. ഹിമാലയൻ ടാസ്ക് ഒരു ടാസ്കി ആയിട്ടുള്ള ജോബാണത്. എന്നാൽ അതിനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് പോയിട്ട് ഒരു ത്രില്ലർ ഉണ്ടാക്കുക എന്ന് പറയുന്നത്, മക്കളെ, നിങ്ങളെ ഹാറ്റ്സ് ഓഫ്. കാരണം അത്രക്ക് ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു സിനിമ. എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആയി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആസിഫ് അലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ നമുക്ക് തലവൻ എന്ന് പറയുന്ന സിനിമക്കകത്ത് പുള്ളി പോലീസ് സ്റ്റേഷൻ ചെയ്യുന്ന സമയത്ത് എത്ര പെർഫെക്റ്റ് ആയിട്ട് എത്ര മനോഹരമായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായതാണ്. അതിന്റെ ഒരു മറ്റൊരു എക്സാമ്പിൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. രേഖാചിത്രത്തിലെ പുള്ളി ചെയ്തിട്ടുള്ള ക്യാരക്ടർ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അത് 100% ഡെഡിക്കേറ്റഡ് ആയിട്ട് പുള്ളി ചെയ്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം അത്രയ്ക്ക് മനോഹരമായിരുന്നു ഈ ഒരു സിനിമ. ഈ ഒരു സിനിമയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഈ സിനിമയുടെ കഥയും ഇതിന്റെ സ്ക്രിപ്റ്റും തന്നെയാണ്. ഒരു ഇങ്ങനെ കണക്ട് ചെയ്ത് അതിന്റെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത്, ഈ ഒരു സിനിമയില് വില്ലന്മാർ ആരാണ് ഇത് ചെയ്തത് എന്നുള്ളത് ആദ്യമേ റിവീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാവും ആരാ അത് ചെയ്തേ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് മനസ്സിലാവും. പക്ഷെ എന്നിരുന്നാലും ആരാണ് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ ആരാണെന്നുള്ളത് അന്വേഷിച്ച് പോകുന്നതും അതിന്റെ ഒരു കോർ റീസൺ എന്താന്നുള്ളത് അതിങ്ങനെ അൺട്രാപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതിൽ ഈ ഒരു സിനിമ വിജയിച്ചു എന്ന് പറയാം. അതൊരു റിസ്കി ആയിട്ടുള്ള ഒരു സാധനമാണ്. ആരാണ് ഇത് ചെയ്തത് എന്നുള്ളത് ആദ്യമേ കാണിച്ചിട്ട്, അല്ലെങ്കിൽ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുത്തിട്ട് പിന്നീട് അതിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് വരിക എന്ന് പറയുന്നുണ്ടല്ലോ, ആ ഒരു ഇൻട്രസ്റ്റ് വിടാണ്ട് അത് നിലനിർത്തി കൊണ്ടുപോകുക എന്ന് പറയുന്ന ഒരു ടാസ്കി പരിപാടിയാണ്. അത് കൃത്യമായിട്ട് ഇതിനകത്ത് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ മമ്മൂക്ക, ഞാൻ പറയുന്നില്ല, അതൊരു സ്പോയിലർ, എല്ലാവർക്കും അറിയാം എന്താണ് അത്, ആ ഒരു കാര്യം എന്താണെന്നുള്ളത്. പിന്നെ ഈ ഒരു സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. നമുക്ക് പല സമയത്തും ഇത് ഒരു സ്കോറ് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ആവുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കില്ല, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ അത് പിക്ക് ചെയ്യില്ല. ഇപ്പോ കങ്കുവൊക്കെ കണ്ട സമയത്ത് ഈ സ്കോറിനെ വല്ലാണ്ട് ബ്രെയിൻ പോയി പിക്ക് ചെയ്തായിരുന്നു. കാരണം ആ ഒരു സ്ക്രീനിനേക്കാളും കൂടുതലായിട്ട് അതിന്റെ ഓവർ ദ ടോപ്പിൽ സ്കോർ വന്ന് നിൽക്കുക എന്ന് പറയുന്നത് അത് ഇതിനകത്തില്ല. ഇമോഷണലി ഈ സാധനം കണക്ട് ആവേണ്ടത് എവിടെയാണോ സ്കോർ നീഡഡ് ആയിട്ട് വരുന്നത്, അവിടെ മാത്രമാണ് സ്കോർ ഉള്ളത്. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അതിന്റെ ഒരു ഓഡിയോ വിഷ്വൽ എക്സ്പീരിയൻസ് കമ്പൈൻഡ് ആയിട്ട് നമുക്ക് അതിന്റെ ഒരു ഫ്ലോ, അതിന്റെ റിതത്തിൽ നമ്മൾ ആസ്വദിക്കുക എന്ന് പറയുമല്ലോ, ആ ഒരു ആസ്വാദനമാണ് ശരിക്ക് ഈ ഒരു സിനിമ കണ്ടപ്പോൾ കിട്ടിയത് എന്നുള്ളതാണ്. സ്കോർ വേറെ ലെവലിലും സ്ക്രീൻ വേറെ ലെവലിലും നിൽക്കുന്ന ഒരു പ്രശ്നം ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു സിനിമ ഒരു സിനിമയായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി, ഒരു സിനിമ കണ്ട ഒരു സംതൃപ്തി ഉണ്ടായി എന്ന് പറഞ്ഞതിന്റെ മറ്റൊരു റീസൺ എന്ന് പറയുന്നത്, വേറൊരു സിനിമ സെറ്റില് സംഭവിക്കുന്ന, അല്ലെങ്കിൽ കഴിഞ്ഞുപോയി നമ്മളെല്ലാവരും ഒരുപാട് കണ്ടിട്ടുള്ള ഒരു സിനിമ സെറ്റില് നടക്കുന്ന കാര്യമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ആ സെറ്റ് അവിടെ റീക്രിയേറ്റ് ചെയ്യണം. അവിടുത്തെ അതിലുണ്ടായിരുന്ന ആ ക്യാരക്ടേഴ്സിനെ അവിടെ കൊണ്ടുവരണം. അവരാരും ഇന്ന് ഇല്ല, ജീവിച്ചിരിപ്പില്ല, അവരെല്ലാം നമ്മൾ വിട്ടുപോയി. അതിൽ ഒരുപാട് ആൾക്കാർ നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ
അതൊക്കെ അവിടെ കൊണ്ടുവരാ എന്ന് പറയുന്നത് ടാസ്കിയാണ്. പക്ഷെ നമുക്കത് ഫീൽ ചെയ്യും. അവിടെ ഒരു സിനിമ ഷൂട്ട് നടക്കുന്നുണ്ട്. അവിടെ ഇവരെല്ലാരും ഉണ്ട്. ആ ഒരു ലൊക്കേഷനിലാണ് ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. അതിലൊക്കെ ഇവർ നന്നായിട്ട് വിജയിച്ചിട്ടുണ്ട്. കാരണം അങ്ങനെ ആ കഥ ഇങ്ങനെ പറഞ്ഞ് ആ ഒരു ലൊക്കേഷനിലേക്ക് കഥ പോകുന്ന സമയത്ത് എന്റെ മനസ്സിൽ വന്നു പോയ ഒരു സാധനമാണത്. ഇതിനകത്ത് ഈ ആക്ടേഴ്സ് ഒക്കെ അല്ലേ ഉള്ളത്. എങ്ങനെ ഇവർ അതിനെ റീക്രിയേറ്റ് ചെയ്യും, എങ്ങനെ ഇതിനകത്ത് ടാക്കിൾ ചെയ്തേക്കുന്നത് എന്നുള്ളത്. അപ്പോ ഇവര് ബാക്ക് എന്നുള്ള ഷോട്ടൊക്കെ വെച്ചിട്ടാണ് ആ ഒരു പ്രശ്നത്തിനെ അവര് ടാക്കിൾ ചെയ്ത് കൊണ്ടേക്കുന്നത് എന്നുള്ളതാണ്. അതൊക്കെ വളരെ മനോഹരമായിട്ട് ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഈ സിനിമയുടെ ഒരു ഇൻട്രോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. ആസിഫിനെ സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പോലീസുകാരനാണ്, പക്ഷെ സസ്പെൻഷനിലുള്ള ഒരു പോലീസുകാരനാണ്. അപ്പൊ എന്തുകൊണ്ട് സസ്പെൻഷൻ കിട്ടി എന്നുള്ളതൊക്കെ രസകരമായിട്ടുള്ള ഒരു ഫാക്ടറാണ്. അതൊക്കെ ഇന്നത്തെ കാലം എങ്ങനെയാണോ പോകുന്നത് ആ കാലത്തിനെ അടയാളപ്പെടുത്തുന്ന രീതിയിൽ തന്നെയായിരുന്നു അതെല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ ഒരു സിനിമ കണ്ടപ്പോ മനസ്സിലൂടെ വന്ന് പോയ ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മൾ എത്ര ഡൈവേഴ്സ് ആയിട്ടാണ് നമ്മുടെ ചിന്തകൾ പോകുന്നത്, എങ്ങനെയൊക്കെയാണ് നമ്മുടെ തോട്ട് പ്രോസസ്സ് പോകുന്നത് എന്നുള്ളത്. പ്രത്യേകിച്ച് എസ്പെഷ്യലി മലയാളം സിനിമ 2024 കഴിയുമ്പോൾ ലോക സിനിമയെ തന്നെ ഒരു ഇരിപ്പിടം ഇട്ട് ഉറപ്പിച്ചിട്ടുണ്ട് മലയാള സിനിമ. അപ്പം അതിലേക്ക് മറ്റൊരു തൂവൽ കൂടെ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ രേഖാചിത്രം എന്ന് പറയുന്ന സിനിമയെ നമുക്ക് വെക്കാൻ പറ്റും. ഡൈവേഴ്സ് ആയിട്ട് ചിന്തിക്കാനും പല ലെവലിൽ ചിന്തിക്കാനും സ്റ്റാർഡം എന്ന് പറഞ്ഞ സാധനം വിട്ടിട്ട് കണ്ടന്റ് ഡ്രിവൺ ആയിട്ട് ഒരു സിനിമയെ കൊണ്ടുപോവുക എന്ന് പറയുന്നത് മലയാളത്തിനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ തന്നെയാണ് രേഖാചിത്രം എന്ന് പറയുന്നത്. ഭയങ്കരമായിട്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടി ഈ ഒരു പടം കണ്ടപ്പോൾ. ഭയങ്കര രസമായിരുന്നു ഈ ഒരു പടം തിയേറ്ററിൽ ഇരുന്ന് കാണാൻ. നമ്മളൊരു സിനിമ കാണുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് നമുക്ക് 100% കിട്ടും രേഖാചിത്രം എന്ന് പറയുന്ന ഈ ഒരു സിനിമ കാണുമ്പോൾ എന്നുള്ളതാണ്.